പ്രിയ സഹോദരങ്ങൾക്കും അറിയിക്കും. ദൈവകൃപയായ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. കേൾക്കുന്ന വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നു എന്ന് കേൾക്കുവാൻ ഇന്ന് പകലും ദൈവയുടെ ആഗ്രഹയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നത്തെ ലേഡീസ് മീറ്റിംഗിലും ദൈവം അളവറ്റ രൂപ പകർന്നു. ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഈ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രധാനമായിരിക്കുന്നത് നമ്മുടെ എല്ലാവരും ജീവിത അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. കർത്താവിൽ ആശ്രയിക്കുന്നു, കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മൾ പഠിച്ച ജീവിത പാഠങ്ങൾ, യോബിന്റെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ലൈഫ് ലെസൺസ് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഒന്നും കൂടെ അത് ഒന്ന് ഓർപ്പിച്ചെടുത്തുകൊണ്ട് ഇന്നത്തെ വരുന്ന ചിന്തയിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒന്നാമതായി നമ്മൾ പഠിച്ച ആ ലൈഫ് ലെസൺസ് ഒന്നാമത് നമ്മൾ ചിന്തിച്ചത്, നേരുള്ള ജീവിതം നമ്മെ വേദനയിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ആൻഡ് അപ്രൈറ്റ് ലൈഫ് ഡസൻറ്റ് പ്രൊട്ടക്ട് യു ഫ്രം പെയിൻ. നമ്മൾ നേരുള്ള ജീവിതം നയിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലല്ല നാം നേരുള്ള ജീവിതം നയിക്കേണ്ടത് എന്ന് ദൈവദിന പഠനങ്ങളുടെ സമയത്ത് നമ്മൾ യോബിന്റെ പുസ്തകം പഠിച്ചപ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിച്ച ഒന്നാമത്തെ ജീവിത പാഠമായി നമ്മൾ പഠിച്ച ഭാഗം അതാണ്. നേരുള്ള ജീവിതം നമ്മെ വേദനയിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. അങ്ങനെ ആ വേദന സംരക്ഷിക്കാൻ വേണ്ടി അല്ല നമ്മൾ നേരുള്ള ജീവിതം നയിക്കുന്നത്. പ്രയാസവേളകൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ ഒക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകും. അതൊന്നും നമ്മൾ നേരുള്ളവരല്ല. ദൈവം നമ്മളെ തള്ളിക്കളയുന്നതിന്റെ തെളിവ് അല്ല. അങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ പാഠം നമുക്ക് ലഭിച്ചത്, നമ്മുടെ വേദനയുടെ മധ്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയും. ഇറ്റ്സ് പോസിബിൾ ടു വർഷിപ്പ് ഗോഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അവർ പെയിൻ. നമ്മുടെ വേദനയുടെ മധ്യത്തിലും, നമ്മൾ തകർന്നിരിക്കുമ്പോഴും, നമ്മൾ ഉടഞ്ഞിരിക്കുമ്പോഴും, ഒരു എത്തും പിടിയില്ലാതിരിക്കുമ്പോഴും നമ്മളിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, നമ്മളെ തന്നെ ദൈവവരങ്ങളിൽ കവിട്ടു വീണ് ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുത്ത് ദൈവത്തിനുള്ള ആരാധന കൊടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ വേദനയുടെ മധ്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് അതൊരു വലിയ ജീവിത പാഠമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ബലമോ, നമ്മുടെ ശരീരത്തിന്റെ ബലമോ, നമ്മുടെ സാഹചര്യത്തിന്റെ ബലമോ അല്ല ആരാധനയുടെ അടിസ്ഥാനമായിരിക്കുന്നത്. ഇനിയോ ഏത് അവസരത്തിലും നമ്മളതിന് ദൈവത്തിന് ഒരു ഗോതമ്പുമണി പോലെ നിലത്ത് പിടിച്ചാകും നമ്മളെ വിട്ടുകൊടുക്കുവാൻ അരിത എന്ന് പറയുന്ന ആ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് വേദന മധ്യത്തിലും നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. യാഗമായി അതിന്റെ മുമ്പിൽ തീരുവാൻ കഴിയുമെന്നും നമ്മളെ ഒരു രണ്ടാമത്തെ ലൈഫ് ലെസൺ ചിന്തിച്ചു. മൂന്നാമത്തെ ലൈഫ് ലെസൺ നമ്മൾ ചിന്തിച്ചത്, ആളുകൾ വേദന അനുഭവിക്കുമ്പോൾ സാന്നിധ്യ ശുശ്രൂഷ പരിശീലിക്കുക. പ്രാക്ടീസ് ദ മിനിസ്ട്രി ഓഫ് പ്രസൻസ് when people experience pain. അതും നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്. ആളുകൾ വേദന അനുഭവിക്കുമ്പോൾ, വ്യക്തികൾ തകർന്നു മുഴുകിയിരിക്കുമ്പോൾ, പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ പ്രസൻസ്, നമ്മുടെ സാന്നിധ്യം അവിടെ കൊടുക്കുക. നമ്മൾ അതിനായി ആ ഒരു മിനിസ്ട്രിക്കായി നമ്മൾ സ്വയം നമ്മളെ ട്രെയിൻ ചെയ്യുക, പരിശീലിപ്പിക്കുക എന്ന ജീവിതപാഠത്തിൽ മൂന്നാമത്തേത് നമ്മൾ ചിന്തിച്ചു. നാലാമത്തേത്, നമ്മുടെ ദുഃഖത്തിന്റെയും വേദനയുടെയും പ്രകടനങ്ങളെ അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ പ്രകടമാക്കുന്നത് ദൈവത്തിന് കൈകാര്യം ചെയ്യുവാൻ കഴിയും. God can handle our expressions of grief and pain. നമ്മുടെ വേദനയുടെയും തീവ്രമായ ദുഃഖത്തിന്റെ നമ്മൾ പ്രകടിപ്പിക്കുമല്ലോ. അത് അകത്ത് മാത്രം ഇരിക്കുകയല്ല, പുറത്ത് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ ആ എക്സ്പ്രഷൻസിനെ, ആ വേദനയുടെ ആ പ്രകടനങ്ങളെ, ദുഃഖത്തിന്റെ ആധിക്യങ്ങളെ ദൈവത്തിന് നന്നായി കൈകാര്യം ചെയ്യുവാൻ കഴിയുമെന്ന് വേദനിക്കുന്നവർ അത് അറിഞ്ഞിരിക്കണം. ദൈവം വിശ്വസ്തനാണ്. നന്നായി മനസ്സിലാക്കുവാൻ, നന്നായി മാനേജ് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. God can handle our expressions of grief and pain. നമ്മുടെ ദുഃഖത്തിന്റെയും വേദനയുടെയും പ്രകടനങ്ങളെ ദൈവത്തിന് കൈകാര്യം ചെയ്യുവാൻ കഴിയും. അതാണ് നമ്മൾ പഠിച്ച നാലാമത്തെ ജീവിത പാഠം യോബിന്റെ പുസ്തകത്തിൽ നിന്ന്. അഞ്ചാമത്തേത് ഞാൻ എടുത്തങ്ങനെ പറഞ്ഞില്ലായെങ്കിലും അഞ്ചാമത്തേത് ഇതാണ്, നമ്മുടെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ വെളിപ്പെടുന്നു. Our true friends are revealed in our darkest moments. നമ്മുടെ ജീവിതത്തിന്റെ ഇരുണ്ട നിമിഷങ്ങളിലാണ് ഏറ്റവും നമ്മുടെ യഥാർത്ഥമായ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ആരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ ട്രൂ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവർ ബ്രദേഴ്സ്, നമുക്ക് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ബ്രദർ, സഹോദരി, സഹോദരന്മാർ, ഇതൊക്കെ വെളിപ്പെടുന്നത് നമ്മൾ ഏറ്റവും ഡാർക്കസ്റ്റ് മൊമെന്റിലൂടെ, ജീവിതത്തിന്റെ ഇരുണ്ട സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സുഹൃത്തുക്കൾ, സഹോദരങ്ങളാണെന്ന് മനസ്സിലാകും.
അത് യോബിന്റെ ജീവിതത്തിലെ വലിയൊരു പാഠമാണ്. ഇത് നമ്മുടെ ജീവിതമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പാഠങ്ങൾ, ഈ പുസ്തകങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചു, ഒരുവന്റെ ആത്മീയതയെ അവന്റെ മാനസിക നില വെച്ച് അളക്കരുത്. Don't judge a person's spirituality according to his mental status. ഒരു മനുഷ്യന്റെ മാനസിക നില വെച്ചിട്ട് അവരുടെ ആത്മീയതയെ ജഡ്ജ് ചെയ്യരുത്, വിധിക്കരുത്, അങ്ങനെ അവരെ കാണുവാൻ ശ്രമിക്കരുത്. ഒരു വ്യക്തിയുടെ ആത്മീക നിലവാരം അവർ തകർന്നിരിക്കുന്നവരുടെ മാനസിക നില വെച്ച് അവരുടെ ആത്മീയതയെ അളക്കാൻ പാടില്ല. അങ്ങനെയാണ് യോബിന്റെ സ്നേഹിതർ ചെയ്തത്. നാം ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടില്ല. ആറാമത്തെ അതാണ് ഞാൻ പറഞ്ഞത്. ഏഴാമത്തേത്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ നിരസിക്കാത്ത ദൈവത്തിന്റെ സ്വഭാവം തന്നെ നമുക്കും ഉണ്ടായിരിക്കണം. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ നിരസിക്കാത്ത ദൈവത്തിന്റെ ആ മനോഭാവം തന്നെ, ആ ക്യാരക്ടർ തന്നെ നമുക്കും ഉണ്ടായിരിക്കണം. അതുണ്ടായിരുന്നുവെങ്കിൽ യോബ് ഇത്രയും വേദന അനുഭവിക്കേണ്ട. യോബിന് വേദന ഉണ്ടാവും, സങ്കടമുണ്ടാകും, നഷ്ടമുണ്ടാവും, അതിനെയൊന്നും അവർക്ക് മാറ്റാൻ കഴിയത്തില്ല. പക്ഷെ അസ്വാർത്ഥപ്രദന്മാരായ സ്നേഹിതരായി അവർക്ക് വെളിപ്പെടാമായിരുന്നു. അവർക്ക് ഏത് മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ തകർന്നും നുറുങ്ങിയിരിക്കുന്നവരെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നിരസിക്കാത്ത ദൈവത്തിന്റെ മനസ്സ് അവർക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ യോബിന് ഇവരുടെ സാന്നിധ്യം ഒരാശ്വാസമായിരുന്നേനെ. We should have a character like God who never refuses the broken and contrite heart. ഒരിക്കലും തകർന്നു നുറുങ്ങിയ ഹൃദയങ്ങളെ നിരസിക്കാത്ത ദൈവത്തിന്റെ അതേ സ്വഭാവം, ആ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഏഴാമത്തെ ജീവിത പാഠമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചു, അനുഭവ സമ്പത്ത് ഒരഹങ്കാരമായി ഉപയോഗിക്കരുത്. Don't use your experience as a pride. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന അനുഭവത്തെ തകർന്നിരിക്കുന്നതിന്റെ മുമ്പിൽ ഒരു അഹങ്കാരമായി ഉപയോഗിക്കരുത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, എനിക്ക് ഈ അനുഭവമുണ്ട്, ഞാനെല്ലാം പഠിച്ചു നോക്കി, എനിക്കെല്ലാം മനസ്സിലായെന്നുള്ള ആ മനോഭാവത്തോടെ നമ്മുടെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കാൻ പാടില്ല. Don't use your experience as a pride. അനുഭവ സമ്പത്ത് ഒരു അഹങ്കാരമായി, തകർന്നിരിക്കുന്നവര് അത് വലിയൊരു ഇടർച്ചയായി ഉപയോഗിക്കുവാൻ പാടില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, അത് എട്ടാമത്തെ ഞാൻ പറഞ്ഞു. ഒൻപതാമത്തെ ജീവിതപാഠം ഞാൻ പറയുന്നു, അത് കർത്താവിനെ സമർപ്പിച്ചു. നമ്മൾ ബി എ റിലയബിൾ ഫ്രണ്ട് അല്ലെങ്കിൽ റിലയബിൾ ബ്രദർ. ഒരു വിശ്വാസ യോഗ്യയായ സഹോദരി അല്ലെ സുഹൃത്തായിരിക്കുക. സുഹൃത്തിനെ, സഹോദരങ്ങളെ ചതിക്കാത്ത, വഞ്ചിച്ചെടുക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, പിന്നെയോ അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ, പ്രയാസവേളകൾ നടക്കുമ്പോൾ അത് കണ്ടിട്ട് അവരെ മുൻവിധിയോടെ കാണാത്ത, എന്തുകൊണ്ട് അവർക്ക് അവിശ്വസ്തരെന്ന് നമ്മളെ പറയാതെ വണ്ണം നമുക്കൊരു വിശ്വസ്ത സഹോദരിയായി സഹോദരനായിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏറ്റവും പ്രാവർത്തികമാക്കേണ്ട ഒരു ജീവിത പാഠമാണ്. ബി എ റിലയബിൾ ഫ്രണ്ട് അല്ലെങ്കിൽ റിലയബിൾ ബ്രദർ. യോഗ്യനായ ഒരു സഹോദരിയായിരിക്കുക, ഒരു സഹോദരനായിരിക്കുക, ഒരു സുഹൃത്തായിരിക്കുക. അവർ മനസ്സിലാക്കട്ടെ, അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ വന്മഴ ചൊരിഞ്ഞതും കാറ്റടിച്ചതും അത് ആ വീടിന്മേൽ അലച്ചതും അത് നദികൾ പൊങ്ങിയതും ഒന്നും കണ്ടിട്ട് നമ്മൾ അവരുടെ അടിസ്ഥാനത്തെ അവഗണിച്ച് അവരുടെ ജീവിതത്തെ വിധിച്ചു തള്ളാതെ, അവരുടെ കുറ്റം കണ്ടെത്താതെ, മറിച്ച് അവർക്ക് എല്ലാം തുറന്നു പറയാം. അതാണ് കർത്താവ് സമർപ്പിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ദുഃഖങ്ങളെ, തകർന്നിരിക്കുന്നതിന്റെ ദുഃഖങ്ങളെ കേൾക്കുവാൻ മനസ്സുള്ളവരായിരിക്കാം. അവരുടെ വാടപ്പിക്കാൻ ശ്രമിക്കരുത്. അവർ വാ തുറക്കട്ടെ, അവർ സംസാരിക്കട്ടെ, അവരുടെ വേദനകൾ പങ്കുവെക്കട്ടെ. അപ്പോൾ നമുക്ക് ആരായിരിക്കാം? നമുക്ക് റിലയബിളായി ഒരു വിശ്വാസ യോഗ്യമായ ഒരു വ്യക്തിയോട് മാത്രമേ അവർ ഹൃദയം തുറക്കത്തുള്ളൂ. അല്ലാതെ അവർ തുറന്നാൽ യോബ് പറഞ്ഞ പോലെ പറയേണ്ട വരും, നിങ്ങൾ എന്നെ ചതിച്ചു, കാരണം നിങ്ങൾ എന്റെ വാക്കുകളെ ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് നോക്കാതെ എന്താ ഞാൻ പറയുന്നത്, എന്റെ വാക്കുകളെ മാത്രം മുഖവിലക്കെടുത്ത് നിങ്ങൾ എന്നോട് ക്രൂരമായി
ദുഃഖിതനോട് ദയ കാണിക്കാതെ പെരുമാറുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതപാഠം നമുക്കൊന്നുകൂടെ ഓർക്കാം. ഞാനൊരു വിശ്വാസ യോഗ്യയായ സഹോദരി ആയിരിക്കും, വിശ്വാസ യോഗ്യനായ സഹോദരൻ ആയിരിക്കും. മറ്റുള്ളവരുടെ ദുഃഖം എന്നോട് പറയാൻ തക്കവണ്ണം അവരുടെ വാ അടപ്പിക്കാതെ അവരെ കേൾക്കുവാൻ, അവർക്ക് വിശ്വസിപ്പാൻ യോഗ്യമായ ഒരു ക്രിസ്തീയ ജീവിതം ഞാൻ നയിക്കുമെന്നുള്ളൊരു ജീവിത പാഠം കൂടെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ യുവന ചിന്തയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ 6-ാം അധ്യായം അതിന്റെ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. പല കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. കംപ്ലൈന്റ് ചെയ്യാനുള്ള റൈറ്റ് എനിക്കില്ലേ എന്നുള്ളതും, പിന്നെ നിങ്ങൾ എന്നെ ചതിച്ചു അത് എങ്ങനെയാണെന്നുള്ള അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഒക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. തന്റെ വേദനയുടെ ആധിക്യത്തിൽ താൻ സംസാരിച്ച വാക്കുകള് ഒക്കെ യോബ് തന്റെ സങ്കടം തുറന്നു പറഞ്ഞു. തുടർന്ന് യോബ് പറയുകയാണ് 22-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പം യോബ് അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അവരെ ഇപ്രകാരം അവര് ഒരിക്കലും യോബ് പറയുന്നില്ല. അവർ ഓർത്ത് കാണും യോബ് പറയണമെന്ന്, എനിക്ക് ഭയങ്കര ആശ്വാസമാണെന്നൊക്കെ കേൾക്കണമെന്നൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിച്ചത്. പക്ഷെ യോബിൽ നിന്ന് കേട്ടത് അങ്ങനെയല്ല. യോബ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ എനിക്ക് എങ്ങനാണെന്ന് അവരുടെ മുഖത്ത് നോക്കി യോബ് പറഞ്ഞു. അത്രയ്ക്കും തകർന്നിരിക്കുന്നതുകൊണ്ട് യോബ് അത് മറച്ചു വെച്ചില്ല. അപ്പൊ 22-ാമത്തെ വാക്യങ്ങളിൽ അടുത്ത ഭാഗങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ അതിൽ 1-2 കാര്യങ്ങളിലൂടെ ഞാൻ എന്റെ ഹൃദയത്തിൽ ഈ കാര്യങ്ങളെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഉറപ്പാക്കിക്കൊണ്ട് ചിന്തിക്കാൻ മനസ്സിൽ വന്ന ചില ചിന്തകളെയും കൂടെ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങളും ഇപ്പോൾ അതുപോലെ 21 വിപത്ത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു. നിങ്ങൾ വിപത്ത് കണ്ടിട്ട്, എന്റെ ജീവിതത്തിൽ സംഭവിച്ച വിപത്ത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു. എനിക്ക് കൊണ്ടുവന്ന് തരുവീൻ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കൈക്കൂലി കൊടുപ്പീൻ, വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിപ്പീൻ, നിഷ്ഠൂരന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുപ്പീൻ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? യോബ് അവരോട് ചോദിക്കുക, ഞാൻ എന്തോ നിങ്ങൾക്ക് നഷ്ടം വരുന്ന, അല്ലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് എന്തെങ്കിലും ഞാൻ എന്താ നിങ്ങൾക്ക് ഇത്ര പ്രയാസം വരുത്തുന്ന പോലെ നിങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അങ്ങ് പേടിക്കുക. പക്ഷെ ഞാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചോദിച്ചോ? നിങ്ങൾ എനിക്കൊരു സഹായവും ചെയ്തില്ല, നിങ്ങൾ എന്നെ ചതിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും സമ്പത്ത് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ എനിക്ക് തരാത്തതോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചിട്ട് നിങ്ങൾ രക്ഷിക്കാനോ അല്ല ഞാൻ നിങ്ങൾ എന്നെ ചതിച്ചത് പറയും. അങ്ങനൊന്നും ഞാൻ നിങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുമില്ല, പ്രതീക്ഷിച്ചിട്ടുമില്ല. ചോദിക്കുകയാണ്, you have seen my calamity and you are afraid. അത് യോബ് ചോദിക്കുക, but why? എന്തുകൊണ്ടാ അങ്ങനെ? Have I ever asked you for a gift? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ദാനമായി ചോദിച്ചോ? Have I begged for anything of yours for myself? നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ എന്തെങ്കിലും എനിക്ക് തരണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? നിങ്ങൾ എന്തെങ്കിലും ദാനം തരണമെന്നോ, എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് എന്റെ നഷ്ടങ്ങളെ നിങ്ങൾ നികത്തണമെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞോ? ചോദിക്കുക. ഞാൻ have I asked you to rescue me from my enemies? വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ? നിഷ്ഠൂരന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുപ്പീൻ എന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ നിങ്ങൾക്ക് ഭാരമായത് എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളേ? നിങ്ങൾ ഇതൊക്കെ കണ്ട് പേടിച്ച്, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ആകപ്പാടെ വേറൊരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തക്കവണ്ണം എന്റെ നഷ്ടങ്ങളെ നികത്താൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ സമ്പത്തിൽ നിന്നെടുത്ത് എനിക്ക് തരാൻ ഞാൻ ചോദിച്ചോ? എനിക്ക് എന്തെങ്കിലും ദാനങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിച്ചോ? ഇനി അല്ല, എന്റെ വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? കരുണയില്ലാത്ത ക്രൂരന്മാരുടെ കയ്യിൽ നിന്ന്
എന്നെ ഒന്ന് വീണ്ടെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് നഷ്ടം വരുന്ന, നിങ്ങൾക്ക് ഭാരമായതൊന്നും ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ പേടിക്കണ്ട. ഒരാളെ നമ്മൾ കേൾക്കാൻ തയ്യാറാകുമ്പോ പേടിക്കണ്ട. പലർക്കും പേടിയാ അല്ലേ? അയ്യോ, ഇനി അവരുടെ മൊത്തം കാര്യങ്ങൾ കേട്ടാ അവരുടെ എല്ലാവരുടെ ഉത്തരവാദിത്തം എന്റെ തോളില് ആകുമോ? ഞാൻ സങ്കടം കേട്ടിട്ട് എനിക്ക് എന്നെ സങ്കടത്തിന് രക്ഷിക്കാൻ പറ്റുമോ? അയ്യോ, സങ്കടത്തിന് രക്ഷിക്കാൻ വേണ്ടിയല്ല സങ്കടം കേൾക്കുന്നേ. ദുഃഖത്തിൽ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയല്ല ദുഃഖം കേൾക്കാൻ പറയുന്നേ. ഒരാളുടെ മാനസിക വ്യത പങ്കുവെക്കപ്പെടാൻ നമ്മളെ ദൈവം അനുവദിക്കുമ്പോൾ നമ്മൾ അവരുടെ മാനസിക വ്യതയെ മാറ്റാൻ വേണ്ടിയുമല്ല. നമുക്ക് ആർക്കും അതിന് കഴിവില്ല. നമുക്ക് ആരെയും രക്ഷിപ്പാനോ വീണ്ടെടുക്കാനോ സമ്പത്ത് കൊണ്ട് അവരുടെ ദുഃഖം മാറ്റാനോ കൈക്കൂലി കൊടുത്തവരെ രക്ഷിക്കാനോ ദാനം കൊടുത്തവരെ രക്ഷിക്കാനോ ഒന്നും ഞാൻ ഈ വകയൊന്നും നിങ്ങളോട് ഒരിക്കലും ചോദിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. യോബിന്റെ ആ ചോദ്യം അവരിലേക്ക് ആഞ്ഞു ചെല്ലുകയാണ്. ദൈവം ഉദ്ദേശിക്കുന്ന ആ റിലയബിലിറ്റി എന്ന് പറയുന്നത്, ആ വിശ്വാസയോഗ്യത എന്ന് പറയുന്നത്, അത് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് ദാനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, അത് വസ്തുവകളുമായി ബന്ധപ്പെട്ടതല്ല, അത് മനുഷ്യന്റെ കരുത്തോ മനുഷ്യന്റെ സ്ട്രെങ്ത് അതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. ഇതെല്ലാം നമ്മൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം, സഹോദരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, നാം ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം അത് തകർന്നിരിക്കുന്ന, നുറുങ്ങിയിരിക്കുന്ന, ദൈവത്താൽ തകർക്കപ്പെട്ടിരിക്കുന്ന, എന്തുകൊണ്ടെന്നറിയാത്തൊരു മനുഷ്യനെ അവന്റെ വേദനയിൽ കൈത്താങ്ങുക എന്നുള്ള ഇവിടുത്തെ വിഷയം. അങ്ങനെ പോലും എന്നെ കേൾക്കാൻ കഴിയാതെ വണ്ണം ഞാൻ നിങ്ങളോട് എന്ത് ഭാരമായതാ ചോദിച്ചേ. എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർത്തു തരണമെന്ന് ഞാൻ പറഞ്ഞോ? എന്നെ ഈ കഷ്ടത്തിൽ നിന്നൊക്കെ വിടുവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഒരു മാനുഷിക സഹായവും ആശ്രയവും തേടിയിട്ടില്ല. വാസ്തവമായും യോബ് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ സഹായിക്ക്, എന്നെ വിടുവിക്ക്, എന്നെ രക്ഷിക്ക്, എന്നെ വീണ്ടെടുക്ക്, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കുറച്ച് കൊണ്ടുത്താ, അല്ലെ കൈക്കൂലി കൊടുക്ക്. എന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, ഇനി നിങ്ങളുടെ സമ്പത്തെല്ലാം കൂടെ എനിക്കിതാ. ഇതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കാരണം യോബ് ഇത് പറയാൻ കാര്യം നിങ്ങളുടെ രീതിയും ഭാവമൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ നിങ്ങൾ പെരുമാറുന്നേ. നിങ്ങൾ എന്നെ കേൾക്കുന്നില്ല, ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ട് നിങ്ങളുടെ അനുഭവ സമ്പത്തെല്ലാം ഞാൻ അങ്ങോട്ട് പ്രായോഗികമാക്കി എന്നെ കേട്ടാൽ അല്ലെ ഇതൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ. എന്റെ മക്കളല്ലേ നഷ്ടമായത്, എന്റെ സമ്പത്തല്ലേ നഷ്ടമായത്, എന്റെ ആരോഗ്യമല്ലേ നഷ്ടമായത്, എന്റെ നാസിദാസന്മാരല്ലേ നഷ്ടമായത്, എന്റെ മൃഗസമ്പത്തല്ലേ നഷ്ടമായത്. അപ്പൊ നഷ്ടം എനിക്ക് വന്നിട്ട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? നിങ്ങളുടെ സമ്പത്തോടെ അതിനെ നികത്തണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. പക്ഷേ എന്റെ ജീവിതം അതാണ് യോബ് അവരുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക. എന്നെ ഉപദേശിപ്പിൻ, അല്ലെ ടീച്ച് മീ. ഞാൻ മിണ്ടാതെ ഇരിക്കുക, എന്നെ ഉപദേശിക്ക്, ഞാൻ മിണ്ടാതെ ഇരിക്കാം. ടീച്ച് മീ ആൻഡ് ഐ വിൽ കീപ് ക്വയറ്റ്. ഷോ മീ വാട്ട് ഐ ഹാവ് ഡൺ റോങ്. ഏതിൽ തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തുവീൻ. നിങ്ങൾ എന്നെ ഉപദേശിക്ക്, ഞാൻ മിണ്ടാതെ ഇരിക്കാം. നിങ്ങൾ എനിക്ക് ബോധ്യം പറഞ്ഞ് നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കിത്താ ഞാൻ എവിടെയാണ് തെറ്റിപ്പോയെന്ന്. അവരോട് അവരെ ശക്തമായ ചോദ്യങ്ങൾ കൊണ്ട് അവരെ എൻകൗണ്ടർ ചെയ്യാണ്, അവരെ അഭിമുഖീകരിക്കുക, അവരുമായി ഏറ്റുമുട്ടുക യോബ്.
25-ാമത്തെ വാക്യം. നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം, നിങ്ങളുടെ ശാസനയ്ക്കോ എന്തു ഫലം. ഇപ്പൊ ബലമുള്ളത് യോബിനറിയാം, ഫലമില്ലാത്തത് യോബിന് അറിയാം. Honest word can be painful. നമ്മൾ മലയാളത്തില് നേരുള്ള വാക്കുകൾക്ക് എത്ര ബലമെന്നാ യോബ് പറയാണ്. എനിക്കറിയാം, സത്യസന്ധമായ വാക്കുകൾ പറയുമ്പോൾ എപ്പോഴും അത് സുഖകരമാകണമെന്ന് ഇല്ല. ഇറ്റ് ക്യാൻ ബി പെയിൻഫുൾ, അത് വേദനാജനകമായിരിക്കും. പക്ഷേ but what do your criticism amount to? പക്ഷെ നിങ്ങളുടെ ഈ വിമർശനം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? അതാ പറയാം, നിങ്ങളുടെ ശാസനയ്ക്കോ എന്ത് ഫലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുക, നിങ്ങൾ എന്നെ വിമർശിക്കുക, നിങ്ങൾ എന്റെ കുറ്റം കണ്ടെത്തുക, അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം, അതെന്ത് ഫലം ഉളവാക്കും? പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ സത്യസന്ധമായി എന്നെ ഉപദേശിച്ചാൽ, എന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയാൽ ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കാം, എവിടെ തെറ്റിപ്പോയതിനോട് പറഞ്ഞാൽ ഞാൻ മടങ്ങി വരാം. ഞാൻ ശാസന കൈക്കൊള്ളാത്ത മനുഷ്യനല്ല, ഉപദേശങ്ങളെ നിരസിക്കുന്ന മനുഷ്യനല്ല. പക്ഷെ നിങ്ങൾ സത്യസന്ധമായി പറയുന്ന, അതാണ് നേരുള്ള വാക്കുകൾക്ക് ബലമുണ്ട്. അതായത് സത്യസന്ധമായ വാക്കുകൾ വേദനാജനകം ആണെങ്കിലും അത് വാസ്തവമായി എന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതാണെങ്കിൽ അത് എനിക്ക് പ്രയോജനം ചെയ്യും. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ ഒരു ഫലവുമില്ല. കാരണം നിങ്ങൾ എന്നെ ഒരു എന്താ പറയണ്ടേ, കുറ്റക്കാരന്റെ നിലയിൽ കണ്ട് ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ദൈവമക്കളെ, ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒന്ന് നമ്മളെ തന്നെ ചില ചിന്തകളിലൂടെ കടത്തിവിടുമ്പോൾ നമുക്ക് മനസ്സിലാവും, സത്യസന്ധമായ വാക്കുകൾ വേദനാജനകമായി നമ്മുടെ ഉള്ളിൽ തറച്ച് കയറുമ്പോഴും വാസ്തവമായി അത് നമ്മുടെ തെറ്റ് തിരുത്തുന്നതാണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ട്, നമ്മൾ ആ കാര്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ കേവലം നമ്മളെ വിമർശിക്കാനും നമ്മളെ കുറ്റം പറയാനുമാണ് ഒരാൾ തുനിയുന്നെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. യഥാർത്ഥമായും നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മളെ സ്നേഹിക്കുന്നവർ, അതെ, അവർ പറയുന്ന സത്യസന്ധമായ ശാസന അല്ലെങ്കിൽ അവരുടെ ആ ആലോചന നമ്മളെ തിരുത്തുമ്പോൾ നമ്മളത് ഏറ്റെടുക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. കാരണം നമുക്കറിയാം, അവർ നമ്മളെ വിമർശിക്കുകയല്ല, പിന്നെയോ നമ്മൾ കുറ്റക്കാരായി ദൈവസന്നിധിയിൽ തീരാതിരിപ്പാൻ, നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ നമ്മളെ നേരുള്ള വാക്കുകളാൽ വേദനിപ്പിക്കുന്നതാണെങ്കിലും അതിന് ബലമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളെ മനോഭാവം എങ്ങനെയാ? ക്രിറ്റിസിസത്തോട്, നമ്മളെ വിമർശിക്കുന്നവരെ ഒരു എന്താ പറയണ്ടേ, കൺസ്ട്രക്റ്റീവായിട്ടല്ല, ഡിസ്ട്രക്റ്റീവായ ക്രിറ്റിസിസം തന്നെ രണ്ട് രീതിയിലുണ്ട്. പണിയുന്ന വിമർശനങ്ങളുമുണ്ട്, നശിപ്പിക്കുന്ന വിമർശനങ്ങളുമുണ്ട്. ഒരാളെ പണിതെടുക്കാൻ വേണ്ടി അവരെ സ്നേഹിക്കുന്നവർ അവരുടെ നന്മയ്ക്കായി ആ കാര്യങ്ങളെ പരാമർശിക്കും. പക്ഷേ അവരുടെ നന്മ ഒന്നും ഉദ്ദേശിക്കാതെ കണ്ണടച്ച്, അതെ, ഒരുതരം യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ വിമർശിക്കുന്ന വിമർശനത്തിന് പറയുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അത് നശിപ്പിച്ചു കളയും. പറയാ, എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ വാക്കുകൾ എനിക്കൊരു ഗുണവും ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ അർത്ഥം നേരുള്ള വാക്കുകളെ ഞാൻ സ്വീകരിക്കത്തില്ലെന്നല്ല. നിങ്ങൾ ഉപദേശിക്കുമ്പോൾ ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുമെന്നല്ല. നിങ്ങൾ ഉപദേശിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ ഏതിൽ തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധ്യം. നിങ്ങൾ പ്രിൻസിപ്പിളായിട്ട്, തത്വങ്ങളായിട്ട്, ജനറലായിട്ട് അവിടുന്നും ഇവിടുന്നും, അതാണ് ഇനി അടുത്ത പറയുന്ന വാക്കുകൾ. നിങ്ങൾ അമ്പുകൾ ചെയ്യാമെന്ന് വിചാരിക്കണ്ട, അത് ഞാൻ സ്വീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. പറയുക 26-ാം വാക്യം, വാക്കുകളെ ആക്ഷേപിപ്പാൻ വിചാരിക്കുന്നു, ആശയറ്റവന്റെ വാക്കുകൾ കാറ്റിന് തുല്യമത്രേ. എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം ചോദിച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ വാക്കുകൾ എന്നെ കൺവിൻസ് ചെയ്യുന്നുണ്ടെന്ന്. ഡു യു തിങ്ക് യുവർ വേർഡ്സ് ആർ കൺവിൻസിങ്?
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ മണിക്കൂറുകളെടുത്ത് ദിനങ്ങളെടുത്ത് സംസാരിക്കുന്ന വാക്കുകൾ എനിക്കൊരു ബോധ്യം വരുത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തൊക്കെ എന്ന് വെച്ചാൽ when you disregard my cry of desperation, ആശയറ്റവന്റെ വാക്കുകളെ, ആ കണ്ണുനീരിനെ കാണാതെ, ആശയറ്റവന്റെ വാക്കുകളെ റിഗാർഡ് ചെയ്യാതെ, പരിഗണിക്കാതെ നിങ്ങൾ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ കൺവിൻസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Do you think your words are convincing when you disregard my cry of desperation? എന്റെ ഈ നിരാശയറ്റവനായ, ആശയറ്റവനായ, തകർന്നിരിക്കുന്ന, തിരിച്ചു വരുവാൻ ഒരു ചാൻസും കാണാത്ത, എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ ഇത് മാറും, ഇത് മാറുമോ ഇല്ലയോ ഒന്നും അറിയാതെ ആശയറ്റവനായ, ഡെസ്പറേറ്റ് ആയിരിക്കുന്ന എന്റെ കരച്ചിലിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ എനിക്ക് പ്രയോജനം ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അതാ അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഇത് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാ. ആശയറ്റവന്റെ, തകർന്നിരിക്കുന്നവന്റെ കണ്ണുനീരിനെ ശ്രദ്ധിക്കാതെ, വാക്കുകളെ ശ്രദ്ധിക്കാതെ നമ്മൾ അങ്ങോട്ട് കൺവിൻസിങ് തുടങ്ങിയാൽ, നമ്മളങ്ങോട്ട് ബോധ്യപ്പെടുത്താൻ തുടങ്ങിയാൽ, വാക്കുകൊണ്ട് നമുക്ക് എന്തൊക്കെയോ നേടാമെന്ന് വിചാരിച്ചാൽ, അനുഭവം കൊണ്ട് ഇപ്പം തന്നെ ഇവരെ അങ്ങ് ബലപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. യോബ് ചോദിച്ച പോലെ അതുകൊണ്ട് എന്ത് ഫലം? ഇതാണ് യോബ് അവർക്ക് നേരെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. അടുത്ത വാക്ക് 27-ാമത്തെ വാക്യം. അനാഥന് നിങ്ങൾ ചീട്ടിടുന്നു, സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യും. You would even send an orphan into slavery, അല്ലെങ്കിൽ gamble over an orphan or sell a friend. നിങ്ങള് അനാഥന് നിങ്ങൾ ചീട്ടിടുക, സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യും. വല്ലതും മനസ്സിലായോ? യോബ് തന്റെ സ്നേഹിതരോട് പറയാ, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ ഒരു രീതി എനിക്ക് മനസ്സിലായിടത്തോളം എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. യോബ് പറയുക, നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ഈ ശുശ്രൂഷയ്ക്ക് യോബ് ഒരു പേരിടുക. ഇവരെന്തോ ചെയ്യുന്നേ? സാന്നിധ്യ ശുശ്രൂഷ ആയിരുന്നു ഒരാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ കൺവിൻസിങ് ശുശ്രൂഷ, ക്രിറ്റിസിസം ശുശ്രൂഷ, വിമർശനം, ബോധ്യപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, ദൈവത്തെ മഹത്വപ്പെടുത്തൽ, അവിടുന്നും അവിടുന്നും എല്ലാം ഓരോ കാര്യങ്ങൾ കൃത്യമായി യോബിന്റെ വാക്കുകളെ ഉന്നം വെച്ച് കേട്ടോണം. യോബിന്റെ മാനസിക നിലയല്ല, യോബ് അനുഭവിക്കുന്ന വേദനയല്ല, തന്റെ വേദനയുടെ ആധിക്യത്താൽ തന്നിൽ നിന്ന് പുറപ്പെട്ട ആശയറ്റവന്റെ, തകർന്നിരിക്കുന്നവന്റെ, അതെ കടൽ തീരത്തെ മണലിനേക്കാൾ അധികം ഭാരം അതെ വഹിക്കുന്ന ഒരു മനുഷ്യന്റെ അതെ ഇമ്പൾസീവായ വാക്കുകളെ, അതെ വികാരധീനമായ, ചിന്തിച്ചാലോചിക്കാത്ത ആ വേദനയിൽ പറയുന്ന വാക്കുകളെ ലക്ഷ്യം വെച്ച് ഇവർ ശക്തമായ കച്ചവടം നടത്തുക. അതിനാണ് യോബ് പറയുന്നത്, നിങ്ങൾ ഇപ്പം ചെയ്യുന്നത് ഗാംബ്ലിംഗാ. നമുക്കത് ഇത്രയും പഠിച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാവും. അനാഥന് നിങ്ങൾ ചീട്ടിടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗാംബിൾ ഓവർ ആൻ ഓർഫൻ, ഒരു ചൂതാട്ടം നടത്തുക നിങ്ങൾ. എന്താണ് ഗാംബ്ലിങ്ങിന്റെ പ്രത്യേകത? ഗാംബ്ലിങ്ങിന്റെ പ്രത്യേകത ഒത്താൽ ഒത്തു, കിട്ടിയാ കിട്ടി. കുലുക്കിക്കുത്ത് നമുക്കറിയാമല്ലോ, കുലുക്കിക്കുത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്നു, കിട്ടിയാ കിട്ടി, പോയാ പോയി. യോ പറയുക, ഞാനിപ്പോ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇപ്പം ചെയ്ത ശുശ്രൂഷയ്ക്ക് ഞാനൊരു പേരിടാം, നിങ്ങൾ അനാഥനെ ചീട്ടിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനാഥന്റെ മേൽ നിങ്ങൾ ചൂതാട്ടം നടത്തുകയാണ്. നമ്മൾ ചീട്ടിടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പോകുന്നതാണ്ട് ചീട്ടിട്ടാണ്ട് തെരഞ്ഞെടുക്കുക എന്നുള്ള ചിന്തയില നമ്മൾ ഈ മലയാളം വേഷം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നേ. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഇതാണ്, ഗാംബിൾ ഓവർ ആൻ ഓർഫൻ. ഒരു മനുഷ്യൻ ആശയറ്റവനായി
തകർന്നവനായി, ഒരു ഓർഫന് തുല്യമായി, അനാഥനായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ അവനെ വെച്ച് ചൂതാട്ടം നടത്തുക. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം പറഞ്ഞു നോക്കുന്നു ഇന്നത്, ഇച്ചിരി കഴിഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഏറ്റുപറ, സർവശക്തന്റെ ശിക്ഷയെ നിരസിക്കല്ലേ. നിങ്ങൾ ഓരോരോ നിങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡ് മാറി ചവിട്ടുക. കാരണം നിങ്ങൾ ഗാംബിൾ ചെയ്യുകയാണ്. അത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരറിവുമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാണ്? സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യും. സ്വപ്നത്തിൽ ഇവര് വിചാരിച്ചില്ല യോബ് ഇങ്ങനൊരു കുറ്റപത്രം ഇവരുടെ നേരെ വെക്കുമെന്ന്. നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ ഈ ചെയ്യുന്ന ഈ കൺവിൻസിങ്ങും, നിങ്ങൾ ഈ പറയുന്ന ടീച്ചിങ്ങും, നിങ്ങളുടെ എക്സ്പീരിയൻസും, നിങ്ങൾ ഈ പറയുന്ന എല്ലാം എനിക്ക് എന്തായിട്ടാ ഫീൽ ചെയ്യുന്നറിയാമോ? അതായത് ഒരു സഹായവുമില്ലാത്ത, എല്ലാ ആശയറ്റ ഒരു അനാഥന് തുല്യമായിരിക്കുന്ന എന്നെ വെച്ച് നിങ്ങൾ ചൂതാട്ടം നടത്തുകയാ. ഒത്താലൊത്തു. ഇവൻ അത് ഏറ്റെടുത്താൽ ഏറ്റെടുക്കട്ടെ, ഇവൻ ഇതിന് ആമേൻ പറഞ്ഞാ പറയട്ടെ, ഇവൻ ഇവിടെ ഇപ്പോഴാ ഞാൻ ഓർത്ത ഞാൻ ആ പാപം ചെയ്തു, ഇപ്പോഴാ ഞാൻ ഓർത്ത ഞാൻ ആ പാപം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ ഏതെങ്കിലും ഒരു ചീട്ട് ഇവൻ കയറിയെടുക്കും. നമ്മുടെ ഏതെങ്കിലും ഒരു കട്ടയിൽ ഇവൻ വീഴും. നമ്മുടെ ഏതെങ്കിലും ഒരു ഉപദേശത്തിൽ ഇവൻ വീഴും. നമ്മുടെ ഏതെങ്കിലും ഒരു ശാസനയിൽ ഇവൻ വീഴും. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒന്നിലധികം പേരുടെ വീഡിയോ ഓണായപ്പോ എനിക്ക് ചിരിയും വന്നു, എനിക്ക് സന്തോഷവും വന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇനിയും ഓണാക്കാനുള്ളവരുണ്ട്, അവർക്ക് നല്ല മനസ്സാക്ഷി ദൈവം കൊടുക്കട്ടെ. ഇത്രയും പേരല്ല നമ്മുടെ ചർച്ചയിൽ വൈഫൈ ഉള്ളവരെന്നും നമുക്കറിയാം. ഓക്കെ, ഇത്രയും എന്താ പറയണ്ടേ, ഇത്രയും അനുസരണം കാണിച്ചവരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം വായിക്കുമ്പോൾ എന്തോ മനസ്സിലാവുന്നേ? അനാഥനെ നിങ്ങൾ ചീട്ടിടുന്നു, സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അതിന്റെ അർത്ഥം ഇതാണ്. യോബ് പറയുകയാണ്, നിങ്ങളിപ്പം ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നതിന്റെ ഒക്കെ പിന്നിൽ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നറിയാമോ? ഒരു ഗാംബ്ലർ, ഒരു ചൂതാട്ടം നടത്തുന്നവൻ, ചൂതുകളിയിൽ ലാഭം നേടാൻ ശ്രമിക്കുന്ന പോലെ, ഒത്താലൊത്തു, കിട്ടിയാ കിട്ടി, പോയാ പോയി എന്ന് പറയുന്ന പോലെയാ നിങ്ങളിപ്പോ എന്റെ ജീവിതത്തെ, എന്നെ വെച്ച് നിങ്ങൾ ചൂതാട്ടം നടത്തുക. നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ ഇത് പറഞ്ഞാൽ ഞാൻ ഏൽക്കും, അത് പറഞ്ഞാൽ ഞാൻ ഏൽക്കും, ഇവിടെ ഞാൻ വീഴും, ഇതിൽ ഞാൻ കയറി കൊത്തും, ഇതിൽ കയറി ഞാൻ പിടിക്കും. അങ്ങനെ നിങ്ങളുടെ ചൂതാട്ടത്തിൽ നിങ്ങൾ അതെ വിജയിക്കും. നിങ്ങളുടെ വാക്കുകളൊക്കെ പ്രയോജനം ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാം എന്ന് കരുതി നിങ്ങൾ ചെയ്യുമ്പോൾ ഓർത്തോണം, അനാഥനെ നിങ്ങൾ ചീട്ടിടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓർഫനെ നിങ്ങൾ വെച്ച് ഗാംബിൾ ചെയ്യുന്നു, നിങ്ങൾ ചൂതാട്ടം നടത്തും. അല്ലെങ്കിൽ അതിനെ പറയുന്നു സ്നേഹിതനെ കൊണ്ട് കച്ചവടം. അവര് കച്ചവടം ചെയ്യാനാണ് ഇവിടെ വന്നേ അല്ല. പക്ഷെ ചുരുക്കി പറഞ്ഞ ഇതൊരു ബിസിനസ് പോലാണ് യോബിന്. എങ്ങനത്തെ ബിസിനസ്സാ? അതായത് യോബ് പറയാണ്, ഞാൻ നിങ്ങളിൽ നിന്നൊന്നും ചോദിച്ചില്ലായിരുന്നു, നിങ്ങളുടെ ഒരു രൂപ പോലും ഞാൻ ചോദിച്ചില്ല, നിങ്ങളുടെ സമ്പത്ത് ഞാൻ ചോദിച്ചില്ല, നിങ്ങൾ എന്നെ രക്ഷിക്കണം, എന്റെ ഈ നഷ്ടത്തിനൊക്കെ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, എന്റെ ഈ നഷ്ടത്തിനൊക്കെ നിങ്ങൾ ഒന്ന് നികത്തണം, ഈ ദുഷ്ടന്മാരിൽ എന്നെ ഒന്ന് വിടുവിക്കണം എന്നൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്ന ഒന്നും ഞാൻ നിങ്ങളോട് ചോദിക്കാനിട്ടും നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ എന്താ യോബ് ചോദിക്കും. എന്നിട്ട് 28-ാം വാക്യം അതെന്നെ വളരെയധികം ഹൃദയംഗമായി ഒന്ന് പിടിച്ചൊലച്ചു. യോബ് പറയണ സിമ്പിൾ ഒരു വേർഡാ, ഇപ്പോൾ ദയചെയ്ത് എന്നെ ഒന്ന് നോക്കുകയും, ലുക്ക് അറ്റ് മീ. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന സാഹോദര്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് മീ. നിങ്ങൾ ഇപ്പോൾ ദയ ചെയ്ത് എന്നെ ഒന്ന് നോക്കുവീൻ. നിങ്ങളുടെ മുഖത്ത് നോക്കി, ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ഫോഷ്കു പറയുമോ?
ഒന്നുകൂടെ നോക്കുവീൻ. നീതികേട് ഭവിക്കരുത്, ഒന്നുകൂടെ നോക്കുവീൻ. എന്റെ കാര്യം നീതിയുള്ളത് തന്നെ. എന്റെ നാവിൽ അനീതി ഉണ്ടോ? എന്റെ വായ് അനർത്ഥം തിരിച്ചറിയുകയില്ലയോ? ഇപ്പൊ നിങ്ങൾ എന്നോട് ദയ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കച്ചവടം ഒന്ന് നിർത്തി, ഈ ചൂതാട്ടം ഒന്ന് നിർത്ത്. നിങ്ങൾ മാറി മാറി ചൂതാട്ടം നടത്തുന്നുണ്ട്. നിങ്ങൾ അവിടെ പറയുന്നു, ഇവിടെ പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, അങ്ങോട്ടേയും ഇവിടെ. നിങ്ങൾ എന്നെ ഒന്ന് നോക്കുവീൻ. ഒരു അനാഥനായി നിങ്ങൾ എന്നെ കണ്ടാ മതി. ഒരു അനാഥനോട് കാണിക്കുന്ന ഒരു ദയ എനിക്ക് താ. പറയാ, പ്രിയരെ, ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരനുഗ്രഹീതമായ ഒരനുഭവമാണ് നാം ദൈവത്തിങ്കലേക്ക് മുഖമുയർത്തണം. പക്ഷെ സഹോദര്യ ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, ആ വ്യക്തിയിലേക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക്, അവരുടെ വാക്കുകളിലേക്ക് നാം സൂക്ഷിച്ചു നോക്കിയിട്ട് എന്നിട്ട് വേണം അവരുമായി ഒന്നിച്ചു ചേർന്ന് വേണം ദൈവത്തിലേക്ക് മുഖം ഉയർത്താൻ. ആ വ്യക്തി അവരോട് ആ ദയ കാണിച്ചുകൊണ്ട് ആ വിഷയത്തെ അത് വ്യക്തമായി ആ വ്യക്തിയിലേക്ക് ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ആ പൂർണ്ണ ശ്രദ്ധയോടെ അവർക്ക് സമയം കൊടുത്തിട്ട് അത് കഴിഞ്ഞു വേണമായിരുന്നു എന്ത് ചെയ്യാൻ? യോബിനോട് ചേർന്ന് വേണമായിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അവർക്കതിന് കഴിഞ്ഞില്ല. അവർക്ക് ഭയങ്കര തിടുക്കോ, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഞങ്ങളുടെ അനുഭവം, ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കും, ഞങ്ങള് ദൈവത്തെ വാഴ്ത്താനുള്ള അവരുടെ തിടുക്കത്തിനിടയിൽ തന്റെ സഹോദരനെ നോക്കുവാൻ, തന്റെ സ്നേഹിതനെ നോക്കുവാൻ അവനിലേക്ക്. അതുകൊണ്ട് യോബ് കെഞ്ചുന്നേ, ഞാൻ നിങ്ങളോട് പ്ലീഡ് ചെയ്യുക, ബെഗ് ചെയ്യുക, നിങ്ങൾ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഇപ്പോൾ ദയ ചെയ്ത് എന്നെ ഒന്ന് നോക്കുകയും. എന്റെ പ്രിയരെ, നമ്മള് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഇത്, നമ്മൾ എത്രമാത്രം ചെയ്യുന്നുണ്ട് ഇത്, നമ്മൾ എത്രമാത്രം സമർപ്പിതരാണ് ഈ വിഷയത്തിൽ. ഒരാൾ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ നമ്മളത് തുടങ്ങുമോ? ഒരാളൊരു വിഷയം പറഞ്ഞ് 2 സെക്കൻഡ് ആകുമ്പോഴേ നമ്മൾ പറയും, അത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു, ഞാനും ഇപ്പൊ അങ്ങനെ തന്നെയായിരുന്നു, ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. അവര് പറഞ്ഞ് പൂർത്തീകരിക്കാൻ സമ്മതിക്കത്തില്ല. അതിന് മുമ്പേ അതിന്റെ അറ്റത്ത് കയറി പിടിച്ചു കളയും. അവരെ ഒന്നും നോക്കത്തില്ല, അവരുടെ കണ്ണുകളിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക്, അവരിലേക്ക്. അതിനെന്ത് വേണമെന്നറിയാവോ? അല്പം ദയ വേണം, മനസ്സിന് കരുണ വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? യോബ് പറഞ്ഞ പോലെ ദൈവത്തെ ഭയമില്ലാതെ എന്റെ നൈരാശ്യം, ഞാൻ അനുഭവിക്കുന്ന ആ ഡെസ്പറേഷൻ എന്തെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ ഈ പറയുന്ന വേർഡ്സ് ഒക്കെ എന്നെ കൺവിൻസ് ചെയ്യുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നമുക്ക് ആരെങ്കിലും കൺവിൻസ് ചെയ്യണോ പ്രിയപ്പെട്ടവരെ? നമുക്ക് ആരെങ്കിലും അത് നേടണോ? നമുക്ക് ആരെങ്കിലും ബലപ്പെടുത്തണോ? നമുക്ക് ആരെങ്കിലും വാസ്തവമായി സഹായിക്കണോ? യഥാർത്ഥമായി നമുക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണോ? ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം, അവരിലേക്ക് നോക്കണം. അവരത് കേൾക്കാൻ മനസ്സ് കാണിക്ക്, അവരെ നോക്കാൻ മനസ്സ് കാണിക്ക്. അതിനൊന്നും നാം തയ്യാറല്ല. പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ ഇങ്ങനെ കൂമ്പാരമായി ഇരിക്കുകയാണല്ലോ, അതിനേക്കാൾ വലുതാണല്ലോ നമ്മൾ വഹിച്ചിരിക്കുന്നേ. അതൊരു പ്രൈഡായിട്ടാ പലപ്പോഴും. പറയുക, നിങ്ങൾക്ക് അല്പം മനസ്സിലുണ്ടെങ്കിൽ പ്ലീസ് ലുക്ക് അറ്റ് മീ. എന്തിനാ അങ്ങനെ? ആ തന്റെ യോബിന്റെ എന്നാന്നറിയോ? പറയുക, നിങ്ങൾ എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ, എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ, നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, എന്റെ മുഖം നോക്കി നിങ്ങൾ കേൾക്കുകയും ഞാൻ നിങ്ങളുടെ മുഖം നോക്കി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പോഷ്കല്ല പറയുന്നുണ്ട്. അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു യോബിന്. നമുക്കറിയാലോ, ഈ തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാനും മനസ്സില്ല, അല്ലെങ്കിൽ തിരുത്തപ്പെടാനും മനസ്സില്ല. അവർ നമ്മുടെ മുഖത്തോട് നോക്കത്തില്ല. അവർക്ക് ഐ ടു ഐ കോണ്ടാക്ട് ഇഷ്ടമല്ല. അവർ ഭയപ്പെടുന്നു.
കണ്ണുകളിലേക്ക് നോക്കി സംസാരിച്ചാൽ, നേർക്ക് നേരെ സംസാരിച്ചാൽ എന്തെങ്കിലും പിടിക്കപ്പെടുമോ, എന്തെങ്കിലും അറിയുമോ, എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ, ഞാൻ പറയുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കുമോ, വ്യാജമാണെന്ന് അങ്ങനെയുള്ള ഇത് പറയത്തില്ല. പക്ഷെ യഥാർത്ഥമായി തകർക്കപ്പെട്ടവരും എന്നാൽ വ്യാജമില്ലാത്തവരുമായിട്ട് പറയും, ലുക്ക് അറ്റ് മീ. നിങ്ങൾ എന്റെ കണ്ണിലേക്ക് നോക്കാൻ പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം. എന്റെ മുഖത്തേക്ക് നോക്ക്, എന്നെ നോക്ക്, എന്നെ ഒന്ന് കേൾക്ക്, എന്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്ക്, എന്റെ വാക്കുകളെ ശ്രദ്ധിക്ക്. ഞാൻ നിങ്ങളോട് വ്യാജമല്ല പറയുന്നേ, എന്റെ ജീവിതത്തിൽ ഇത് യഥാർത്ഥമായ കാര്യമാണ് ഞാൻ പറയുന്നേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു രഹസ്യമായ പാപത്തിന്റെ അനന്തര ഫലമല്ല. നിങ്ങൾ അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കാതെ, നിങ്ങൾക്ക് ആർക്കും അറിയാത്തതും നിങ്ങളോട് മറച്ചു വെച്ചതും മറ്റുള്ളവരുടെ മുമ്പിൽ ഊസു പട്ടണത്തിലെ സമ്പന്നനായ ഞാൻ, മാന്യനായ ഞാൻ, പ്രഭുവായ ഞാൻ, അതെ എല്ലാവിധമായ സാക്ഷ്യമുള്ള ഞാൻ, മനുഷ്യർക്കെല്ലാം ഒരു വലിയ അനുഗ്രഹം വന്ന് പേർ പറയുന്ന ഞാൻ, ഇവൻ ആരും അറിയാതെ നിങ്ങളും അറിയാതെ എന്തോ രഹസ്യ പാപം ചെയ്തു, അതുകൊണ്ടാണ് സംഭവിച്ചെന്നുള്ള ചൂതാട്ടം നിങ്ങൾ നിർത്തും. നിങ്ങൾ എന്നെ കച്ചവടം ചെയ്യാതെ, നിങ്ങൾ എന്നെ വെച്ച് നിങ്ങൾ ഗാംബിൾ ചെയ്യാതെ, അതിനെ അവസാനിപ്പിക്കാനാണ് പറയുന്നത്. നിങ്ങൾ പ്ലീസ് ലുക്ക് അറ്റ് മീ. 29ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കുവീൻ, എന്റെ കാര്യം നീതിയുള്ളത് തന്നെ. അത് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്ന അറിയാവോ? സ്റ്റോപ്പ് അസ്യൂമിങ് മൈ ഗിൽറ്റ്. എന്റെ കുറ്റം ഊഹിക്കുന്നത് നിങ്ങളൊന്ന് നിർത്താൻ. ഞാൻ കുറ്റക്കാരനാണ് എന്നുള്ള നിങ്ങളുടെ ഊഹാപോഹങ്ങൾ ഒന്ന് ദൈവത്തെ ഓർത്ത് നിർത്ത്. For I have done no wrong. ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ട്. ഇവരെന്താ ചെയ്തോണ്ട്? ചൂതാട്ടത്തിന്റെ ഏറ്റവും വലിയൊരു വിഷയം അതാണല്ലോ, അസ്യൂം ചെയ്യുകയാണ്. നിങ്ങളത് നിർത്തിയിട്ട് എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കോ, നിങ്ങൾ എന്നെ ഒന്ന് നോക്ക്. ഡു യു തിങ്ക് ഐ ആം ലൈയിങ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ പറയുന്നൊക്കെ കള്ളമാ? കർട്ടന്റെ പുറകിൽ, തിരശ്ശീലയുടെ പിന്നിൽ അധമമായ പാപമുണ്ട്. തിരശ്ശീലയ്ക്ക് മുന്നിൽ ഞാൻ മാന്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Don't I know the difference between right and wrong? എനിക്കറിയില്ലേ തെറ്റും ശരിയും തമ്മിൽ വേറുള്ള വ്യത്യാസം? എനിക്കറിയില്ലേ? ഞാൻ നിങ്ങളോട് വ്യാജമായി സംസാരിക്കുമോ? എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. നാം പ്രാർത്ഥിക്കാനായി ഒരുങ്ങുന്നു. ഇന്ന് രാത്രി നമ്മുടെ ദൈവവചന ചിന്തകളെ നാം സമ്മറൈസ് ചെയ്യുമ്പോൾ യോബ് ധൈര്യസമേതം പറയുന്നു, നിങ്ങൾ എന്താ ചിന്തിച്ചു വെച്ചേക്കുന്നത്? എനിക്ക് തെറ്റ് ശരിയൊന്നും തിരിച്ചറിയത്തില്ലേ? ഞാൻ എന്നാ നിങ്ങളുടെ മുമ്പിൽ മാന്യനാകുകയും നിങ്ങളുടെ പിന്നിൽ, മനുഷ്യരുടെ പിന്നിൽ, മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഇടത്ത് ഞാൻ പോയി ദൈവത്തിന് ഹിതമല്ലാത്ത ചെയ്തതിന്റെ അനന്തര ഫലമാണിതെന്നുള്ള നിങ്ങൾ എന്റെ കുറ്റത്തെ അസ്യൂം ചെയ്യുന്നത്, ഞാൻ കുറ്റക്കാരനാണെന്നുള്ള നിങ്ങളുടെ ഈ അസ്യൂമിങ് ഒന്ന് നിർത്തുക. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കുക. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നെ ഒന്ന് നോക്ക്. ലുക്ക് അറ്റ് മീ, ലിസൺ ടു മീ. നിങ്ങൾക്ക് എന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ ആ കോണ്ടാക്റ്റിലേക്ക് വരുമ്പോൾ, എന്റെ ഹൃദയവും എന്റെ വാക്കുകളും നമ്മൾ മുഖാമുഖമായി വരുമ്പോൾ നിങ്ങൾ എനിക്കൊരു സ്ഥാനം താ. നിങ്ങൾ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യ്. ഒരു ഓർഫൻ എന്ന നിലയിൽ നിങ്ങൾ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യ്. അനാഥനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഗാംബിൾ ചെയ്യാതെ, നിങ്ങൾ എന്നെ വെച്ച് ചൂതാട്ടം നടത്തരുത്. സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യരുത്. പ്രിയരെ, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഞെട്ടിപ്പിക്കുന്ന പ്രതികരണങ്ങൾ യോബിൽ നിന്നുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ രാത്രി നാം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കണം, നാം സ്നേഹിതരെ കൊണ്ട് കച്ചവടം ചെയ്യുന്നവരും ചൂതാട്ടം നടത്തുന്നവരുമാണോ? ഇന്നത്തെ ആത്മീയ തലമുറ അങ്ങനെ മാറിയിരിക്കുക. ഒത്താൽ ഒത്തു, കൊണ്ടാൽ കൊണ്ടു, ഏറ്റാൽ ഏറ്റു എന്ന് പറയുന്ന രീതിയിലേക്ക് ആൾക്കാർ ചൂതാട്ടം നടത്തുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ വ്യക്തമായ ബോധ്യം വേണം. അതെ, അസ്യൂമിങ് ചെയ്യുന്ന നിർത്തിയിട്ട് വ്യക്തികളിലേക്ക് നോക്കുക. അവർക്ക് സത്യം പറയാനുള്ള അവസരം കൊടുക്കുക. അല്ല, അവർ തെറ്റ് ചെയ്തെങ്കിൽ അതുപോലും പറയാൻ തക്കവണ്ണമുള്ള വിശ്വാസ യോഗ്യരായി നാം മാറുക.
നമ്മുടെ അടുത്ത്, അതെ ഞാൻ ഈ കാര്യത്തിൽ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പാടില്ലാത്തത് ചെയ്തു, എനിക്കതിൽ പുറത്തു വരണമെന്ന് പറയുന്ന റിലയബിളായ ബ്രദറനായി, സഹോദരന്മാരായി നമുക്ക് തീരാം. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മിൽ പ്രസാദിക്കുകയും എന്ത് ചെയ്യാൻ പറ്റും? തകർന്നിരിക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും. തകർന്നിരിക്കുന്നവനെ, അനാഥനായിരിക്കുന്നവനെ, ഒരു തരത്തിലും ഹോപ്പ്ലെസ് ആയി മാറിയവനെ തള്ളിക്കളഞ്ഞിട്ടല്ല ദൈവത്തിന് കീർത്തനം പാടുന്നത്. നോക്കേണ്ടവരെ മുഖത്ത് നോക്കി അവരെ കേൾക്കുക, കേൾക്കേണ്ടവരെ കേൾക്കുക, നോക്കേണ്ടവരെ നോക്കുക. ദൈവം നമ്മെ ഏൽപ്പിച്ച അത് ബന്ധങ്ങളെ പരിപാവനമായി സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസയോഗ്യരായ സഹോദരന്മാരായി നമുക്ക് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാം. നമ്മുടെ മുഖത്ത് നോക്കി ആരും യോബ് പറഞ്ഞ പോലെ പറയാതിരിക്കട്ടെ. നിങ്ങൾ അനാഥന്റെ മേൽ ചൂതാട്ടം നടത്തുന്നവരും കച്ചവടം, സ്നേഹിതരെ കൊണ്ട് കച്ചവടം ചെയ്യുന്നവരുമാ, പാപങ്ങളെ ഊഹിച്ച് കണ്ടെത്തി നിങ്ങൾ കുറ്റമാരോപിക്കുന്നവരാ. നിങ്ങളുടെ വാക്കുകൾ എനിക്ക് ഏതുമില്ല, ഒരു ഗുണവും ചെയ്യുന്നില്ലെന്ന് ആരും നമ്മെ നോക്കി പറയാതിരിപ്പാൻ നമുക്ക് ആദ്യം വേണ്ടത് സഹോദരങ്ങളോടുള്ള സ്നേഹവും ദയയുമുണ്ടെങ്കിൽ നമ്മൾ അവരെ കേട്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവരെ മനസ്സിലാക്കി, അവർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കത് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാകും. പറയുക, എനിക്കൊരു മടിയില്ല, നിങ്ങളെല്ലാം വിചാരിക്കുന്നത് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യുന്നല്ലേ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് ധൈര്യമുണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ. നിങ്ങൾക്ക് എന്താ ധൈര്യമില്ലാത്ത എന്റെ മുഖത്ത്? എനിക്ക് ധൈര്യമുണ്ട്, നിങ്ങളെ മുഖാമുഖമായി എൻകൗണ്ടർ ചെയ്യാൻ എനിക്ക് കഴിയും. അത് അഹങ്കാരമല്ല പ്രിയപ്പെട്ടവരെ, അത് യോബിന്റെ നിഷ്കളങ്കതയായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിത പാഠങ്ങളെ ഹൃദയത്തിൽ ഓർത്തെടുക്കാം. എന്താണ് ഈ അനാഥന് ചീട്ടിടുക, സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്ക് മനസ്സിലാവുന്ന ഭാഷയാണെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഗാംബ്ലിംഗ് ഓവർ ആൻ ഓർഫൻ ഓർ സെൽ എ ഫ്രണ്ട്. ഒരു ഒത്താലൊത്തു, കേട്ടു, പറഞ്ഞു നോക്കിയേക്കാം. പ്രാർത്ഥിക്കുമ്പോൾ 2 വാചകം ചേർത്ത് പ്രാർത്ഥിച്ചേക്കാം, പ്രസംഗിക്കുമ്പോൾ 2 വാചകം ചേർത്ത് അങ്ങ് പ്രസംഗിച്ചേക്കാം. ഇവിടെ ഇരിക്കുന്ന ആർക്കെല്ലാം കൊള്ളട്ടെ, ഏക്കട്ട്. അവരെങ്ങനെയല്ല, ചൂതാട്ടമല്ല ശുശ്രൂഷ, ഗാംബ്ലിംഗ് അല്ല മിനിസ്ട്രി, ഒത്താലൊത്തു ഏറ്റു എന്നുള്ളതല്ല. സഹോദരനെ കൊണ്ട് ചൂതാട്ടം നടത്താനോ കച്ചവടം ചെയ്യാനോ ദൈവം ഒരിക്കലും സഭയെ അനുവദിക്കുന്നില്ല. മുഖാമുഖമായി കണ്ട് സംസാരിച്ച് വേദനകളെ പങ്കുവെച്ച് തെറ്റുകളെ തിരുത്തി വിശ്വാസയോഗ്യരായി നിന്നുകൊണ്ട് അതേ സമയത്ത് തന്നെ യോബ് പറഞ്ഞു, നിങ്ങൾ എന്നെ യഥാർത്ഥമായി ബോധ്യം വരുത്ത്, നിങ്ങൾ എന്നോട് പറ, ഞാൻ തിരുത്തപ്പെടാം, ഞാൻ കേൾക്കാം. അതിനവർക്കില്ല. അവർക്ക് ചൂതാട്ടം നടത്താനേ, അവർക്ക് ഊഹിച്ചു പറയാനേ അറിയത്തുള്ളൂ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെ ഹൃദയം ദൈവത്തിന് പ്രിയമുള്ള സഹോദരങ്ങൾക്കും ദൈവത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന സ്നേഹിതരായി, സഹോദരരായി നമുക്ക് സഭയായി നിലകൊള്ളുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.